ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറ്, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരു തക്കാളി, വലിയ തക്കാളി പൊടി പൊടിയായി അരിഞ്ഞത്, 2 സബോള പൊടി പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, പിന്നെ കറിവേപ്പില, പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൾ, മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ചത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക്, ഉലുവ ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, അത് വാടാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മൂടി വെക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സ് ചെയ്തതിന് കുറച്ച് എടുത്ത് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് തിക്ക് ഗ്രേവി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വാട്ടുക. പെരുംജീരകം, കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. നേരത്തെ അടിച്ച് മാറ്റി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൂന്തളും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് കുടംപുളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് തിളയ്ക്കുന്നത് വരെ വേവിക്കാം. തിളച്ച് കഴിഞ്ഞാൽ തുറന്ന് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം വറ്റി തുടങ്ങുമ്പോൾ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് വറ്റിച്ചെടുക്കാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെക്കാം. അപ്പം നല്ല അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം. താങ്ക് യു.